മച്ചാമാരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത്. ഒരുപാട് ആൾക്കാർക്ക് അറിയാതെ അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് അവർ ഇനി നേരായി, അതായത് ശരിയായ രീതിയിൽ വേണം ഇത് ചെയ്യാൻ. അതായത് നമ്മളെ വീട് വയ്ക്കുമ്പോൾ അവിടെ സിറ്റ് ഔട്ടിലും മേളിലൊക്കെ ഫില്ലർ വരും. അപ്പോൾ ആ ഫില്ലർ കോൺക്രീറ്റ് എങ്ങനെയാണ് നനയ്ക്കേണ്ടത്? പല ആൾക്കാരും കപ്പിന് കോരി ഒഴിക്കും, പൈപ്പ് മോട്ടറിട്ട് ഓണാക്കി അടിക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. ഈ വീഡിയോ മുഴുവനോടെ നിങ്ങൾ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നമ്മൾ വീടിൻ്റെ സിറ്റ് ഔട്ടിലൊക്കെ ഫില്ലർ വരും. ഇപ്പം വയ്ക്കുന്ന മുഖ്യ വീടുകളിലും ഫില്ലർ വെച്ചാണ് വീട് വയ്ക്കുന്നത്. ഇപ്പോൾ ഫില്ലറില്ലാതെയൊക്കെ വീട് വയ്ക്കുന്നത് അപൂർവമാണ്. സിറ്റ് ഔട്ടിലൊക്കെ 2 തൂണ്, അതായത് 2 സൈഡിൽ തൂണ് കൊടുക്കും, ചിലവർ 3, 4 തൂണൊക്കെ കൊടുക്കും ഫില്ലർ. അപ്പം ഈ ഫില്ലർ ചെയ്തതിന് ശേഷം നമ്മളിപ്പം ഇന്ന് കോൺക്രീറ്റ് കഴിഞ്ഞാൽ നമ്മൾ നാളെ ആകുമ്പോൾ പിറ്റേ ദിവസം ഇതിൻ്റെ സൈഡിലെ പലക അങ്ങ് ഇളക്കും. പലക ഇളക്കിയതിന് ശേഷം നമ്മൾ മുഖ്യ ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓസ് വെച്ച് മുകളിൽ വെള്ളം കോരി ഒഴിക്കും. അങ്ങനെ വെള്ളം കോരി ഒഴിക്കുമ്പം ഒറ്റ സ്റ്റെപ്പിന് വെള്ളം പിടിക്കും. ആ വെള്ളം മുഴുവൻ അങ്ങ് താഴെ പോവും. നല്ല വെയിലടിക്കുന്നതെങ്കിൽ ആ വെള്ളം പെട്ടെന്ന് അങ്ങ് ഉണങ്ങിപ്പിടിക്കും. അങ്ങനെ ഉണങ്ങിപ്പിടിക്കുമ്പോഴുള്ള കുഴപ്പം എന്താ? നമ്മളെ കോൺക്രീറ്റ് അങ്ങ് സെറ്റിംഗ് ആവില്ല. അപ്പോൾ നമ്മൾ പുറമേ കാണുമ്പോൾ കോൺക്രീറ്റ് സെറ്റിംഗ് ആയിട്ട് തോന്നും, പക്ഷേ ഉള്ളിൽ ഒരിക്കലും കോൺക്രീറ്റ് സെറ്റിംഗ് ആവത്തില്ല. അതായത് സാധാ സെറ്റിംഗ് ആവുന്ന രീതിയിൽ ഒരിക്കലും സെറ്റിംഗ് ആവില്ല. അപ്പോൾ മുഖ്യ ആൾക്കാരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫില്ലർ ചെയ്ത് പൊളിച്ചതിന് ശേഷം ഇതുപോലെ ചണച്ചാക്ക് എന്ന് പറയും, ഉള്ളിച്ചാക്ക്. അപ്പോൾ ഈ ചാക്കിന് വളരെ വില കുറവാണ്, 10-15 രൂപയേ ഉള്ളൂ. ഇത് കുറച്ച് ചാക്ക് വാങ്ങിക്കണം. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു, സെൻസൈഡ് കോൺക്രീറ്റ് ഒക്കെ നനയ്ക്കുന്നത് എങ്ങനെയാണെന്ന്. കാണാത്തവർക്ക് ആ വീഡിയോ കയറി കണ്ടാൽ മതി. അപ്പോൾ ഇതുപോലെ ചാക്ക് വിട്ട് ഈ കോളം കംപ്ലീറ്റും കവർ ചെയ്ത് കെട്ടി വെക്കണം. അതായത് കെട്ട് കമ്പി വെച്ച് കെട്ടി വെച്ചതിന് ശേഷം വെള്ളം ഓസ് വെച്ച് മുകളിൽ, അതായത് ഏറ്റവും ടോപ്പിൽ വെള്ളം ഒഴിക്കണം. ഈ ചാക്ക് മുഴുവനും നനയണം. ഇപ്പം ഞാൻ ഓസ് വെച്ച് ജസ്റ്റ് അതിൻ്റെ പുറമേയാണ് അടിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കാൻ നേരത്ത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതിൻ്റെ മുകളിൽ, അതായത് ആ ടോപ്പിൽ കമ്പി വരുന്ന ഭാഗത്ത് നിന്ന് വെള്ളം കുത്തനെ ഒഴിക്കണം. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഈ വെള്ളം മുഴുവനും, അതായത് ഈ ചാക്ക് മുഴുവനും നനയും. നല്ല നനഞ്ഞ് കൊമുക്കുന്നവരെ അത് നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ 4 സൈഡിലും ഈ ചാക്കിൽ വെള്ളം അടിക്കണം. ഇങ്ങനെ വെള്ളം അടിക്കുമ്പോൾ നമ്മളിപ്പം ഇവിടെ 6 ഫില്ലറുണ്ട്. ഇപ്പോൾ 6 ഫില്ലർ, ഇത് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് 3 ദിവസമായിട്ടുള്ളൂ. നമ്മളിപ്പോൾ ചാക്ക് വെട്ടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഈ നല്ല വെയിൽ വന്നാലും ഈ ചാക്കിലുള്ള ഈർപ്പം ഇതിലങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഈ ഈർപ്പം ഈ കോൺക്രീറ്റിൽ പിടിച്ച് അത് പതുക്കെ സെറ്റാവും. ഒരിക്കലും കോൺക്രീറ്റ് പെട്ടെന്ന്, അതായത് ഇന്ന് ഇട്ട് നാളെ കൊണ്ട് പെട്ടെന്ന് സെറ്റാവത്തില്ല. ഇത് പതുക്കെ മാക്സിമം വെള്ളം പിടിച്ച് തന്നെ സെറ്റാവണം. എന്നാലേ ആ കോൺക്രീറ്റിന് ബലം വരുള്ളൂ. കാരണം ഇതിൻ്റെ മുകളിലാണ് നമുക്ക് ഒരുപാട് ലോഡ് വരുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ബീം വരും. 2ാമത്തെ നിലയുണ്ടെങ്കിൽ ആ 2ാമത്തെ നില കംപ്ലീറ്റും വരുന്നത് ഈ ഫില്ലറിലാണ്. ഈ ബീമും ലോഡ് കംപ്ലീറ്റും വരുന്നത്. അപ്പോൾ അത് സെറ്റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൽ ക്രാക്ക് വരും. അപ്പോൾ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ആ ക്രാക്ക് മാറ്റാൻ. ഇങ്ങനെ കൊത്തി പുറമേ നമുക്ക് മിനുക്കിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ, ഉള്ളിലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കമ്പി ഈ നല്ല സെറ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു വിള്ളൽ വന്നാൽ മതി, അതിൻ്റെ ഇടയിൽ ഈർപ്പം കയറി കമ്പി മുഴുവനും തുരുമ്പെടുക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്നത്. നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ മേലെ ടോപ്പ് വഴി വെള്ളം ഒഴിച്ച് 4 സൈഡും ഈ ചാക്ക് മുഴുവനും നനച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു 3-4 നമ്മൾ സാധാ വെള്ളം കോരി ഒഴിക്കണമെങ്കിൽ നമ്മൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെ 3 നേരമായിട്ടാണ് ഒഴിക്കുന്നത്. ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരവും കൂടി ചെയ്യാം. നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ, അതായത് നല്ല വെയിലടിക്കുന്ന ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2 നേരം ഇങ്ങനെ നനച്ചാൽ മാത്രം മതി. ഒരുപാട് വെള്ളം വേസ്റ്റ് ആവില്ല. ഈ ചാക്കിൻ്റെ ഈർപ്പം തന്നെ അത് പിടിച്ച് നിൽക്കും. നിങ്ങൾ ഈ ചാക്ക് പൊളിച്ചതിന് ശേഷം നോക്കുമ്പോൾ കോൺക്രീറ്റ് നല്ല സെറ്റിംഗ് ആയിരിക്കും. അത് ഇതുപോലെ ഒരു 3-4 ദിവസം ചെയ്താൽ മതി. കാരണം ഒരാഴ്ച കൊണ്ട് കോൺക്രീറ്റ് നല്ല സെറ്റിംഗ് ആകും. കാരണം ഇതിപ്പോൾ 4-5 ദിവസം നമുക്ക് ഈ റൂഫ് മട്ടം കെട്ടി മട്ടാക്കിയ ഉടനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ബീം അടിക്കും. ബീം അടിക്കുമ്പം നമുക്ക് സെറ്റിംഗ് വേണം. സെറ്റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഒരു ഫലവും ഇല്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും, പുതിയതായിട്ട് വീട് വയ്ക്കുന്നവരായാലും വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നാലും ഇതുപോലെ ചെയ്യണം. ചാക്ക് വാങ്ങിച്ച് ഇതുപോലെ നനച്ച് നല്ല രീതിയിൽ നനച്ച് തന്നെ ചെയ്യണം. കാരണം ഫില്ലർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ നനയ്ക്കണം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.